പ്രൈസ് ദി ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. രാവിലെ കാലം കർത്താവിന്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 52-ാം അധ്യായം 1-ാം വാക്യം. സിയോനെ ഉണരുക, ഉണരുക, നിന്റെ ബലം ധരിച്ചുകൊള്ളുക. പ്രിയ മക്കളെ, ഇവിടെ യെശയ്യാ പ്രവാചകൻ പ്രവാസികളായ തന്റെ ജനത്തെ തന്റെ നാമനിമിത്തം യഥാസ്ഥാനപ്പെടുത്തുകയും യെരൂശലേമിനെ വീണ്ടും പണിയുന്നതുമായിട്ടാണ് കാണുന്നത്. ഒരു ദൈവ പൈതൽ ഉണർന്നെങ്കിൽ മാത്രമേ തനിക്കെതിരായി അല്ലെങ്കിൽ വിരോധമായി വരുന്ന അശുദ്ധ ശക്തികളെ ഇല്ലാതാക്കുവാൻ കഴിയുള്ളൂ. നാം ഉണർന്നു കഴിഞ്ഞാൽ ബലം ധരിക്കണം. അതായത് ഉറങ്ങുന്നവനും ക്ഷീണിച്ചിരിക്കുന്നവനും ശക്തിപ്പെടണം. ഉണരുന്നവന് ബലമുണ്ട്. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ എന്നാണ് സങ്കീർത്തനങ്ങൾ 84:5 കാണപ്പെടുന്നത്. അതായത് ദൈവത്തിങ്കിലേക്കുള്ള മടങ്ങി വരവോ അല്ലെങ്കിൽ അടുത്തു വരുന്നത് ഒരു ദൈവ പൈതലിന്റെ ഹല്ലേലൂയ ഉണർവാണ്. ഹല്ലേലൂയ. ഇന്ന് ആത്മീയത്തിൽ ഉറങ്ങിയിരിക്കുന്ന ജനങ്ങളോടെ യെശയ്യാ പ്രവാചകൻ പറയുകയാണ്, നിങ്ങൾ യഥാസ്ഥാനപ്പെടണമെങ്കിൽ ഉറക്കത്തിൽ നിന്ന് ഉണർന്നേ മതിയാകുള്ളൂ. ഹല്ലേലൂയ. ഒരു ദൈവ പൈതങ്ങൾ ഉണർന്നെങ്കിൽ മാത്രമേ തനിക്കെതിരായി അല്ലെങ്കിൽ വിരോധമായി വരുന്ന അശുദ്ധ ശക്തികളെ ഇല്ലാതാക്കാൻ കഴിയുള്ളൂ. പ്രിയ മക്കളെ, ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 16:13 പറയുന്നു, ഉണർന്നിരിപ്പിൻ. പ്രിയരെ നോക്കൂ, നാം ഉണർന്നിരിക്കേണ്ടുന്ന സമയമാ. സാത്താൻ തന്റെ വയലിൽ എപ്പോഴാണ് കള വിതറുന്നതെന്ന് നാം അറിയുന്നില്ല. പലപ്പോഴും ഇതിന് അവസരങ്ങൾ കടന്നു വന്നിട്ട് ദൈവം നമ്മെ പരിപാലിക്കുക. ഹല്ലേലൂയ. പലപ്പോഴും ഹല്ലേലൂയ സാത്താൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയ മക്കളെ, ഇതിന് അവസരങ്ങൾ നാം കൊടുക്കരുത്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഉണർന്നിരിക്കുന്നവരായിരിക്കണം. പത്രോസ് അപ്പോസ്തലൻ 2-ാം ലേഖനം 3:9 പറയുന്നു, ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നാം ഉണർന്നു കഴിഞ്ഞാൽ ദൈവിക ബലം നമുക്ക് ലഭിക്കുകയും ആ ബലത്തോട് പോയി നമുക്ക് സത്യസുവിശേഷം അധിക ശക്തിയോടെ ഘോഷിപ്പാൻ കഴിയുകയും ചെയ്യും. ഹല്ലേലൂയ. നോക്കൂ, ലൂക്കോസിൽ സുവിശേഷം 10:19 പറയുന്നുണ്ട്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഹല്ലേലൂയ. നോക്കൂ, ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയുമില്ല. പ്രിയ മക്കളെ, ഈ ദിവസങ്ങളിൽ ബലം ധരിക്കുമ്പോൾ ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നാം മടിച്ചിരിക്കാതെ, ലഭിച്ച ശക്തി നഷ്ടപ്പെടുത്താതെ അധികാരത്തോടെ ദൈവനാമത്തിൽ നമ്മൾ ചെയ്യുക. ഹല്ലേലൂയ. നാം ഉണർന്നാൽ ചില ബന്ധനങ്ങൾ, അതായത് കെട്ടുകൾ അഴിയുവാൻ ഇടയായിത്തീരും. രോഗികൾ സൗഖ്യമാകും, പാപികൾ മാനസാന്തരപ്പെടും. വിശ്വാസത്തോടെ ഈ ദിവസങ്ങളിൽ ഉണർന്നെഴുന്നേൽക്കാം. ഹല്ലേലൂയ. നാം ഉറങ്ങുന്നവരായിട്ടല്ല, ഉണരുന്നവരായിട്ടായി തീരണം. ഹല്ലേലൂയ. ദൈവം എഴുന്നേറ്റാൽ ശത്രുക്കൾ ചിതറിപ്പോകും. ഹല്ലേലൂയ. ശത്രുക്കൾ ഒരു വഴിയായി നിന്റെ നേരെ വരും, 7 വഴിയായി നിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകും. ഹല്ലേലൂയ. ദൈവം ഇന്നും നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. പ്രിയ മക്കളെ, വിശ്വാസത്തോടെ ബലം ധരിച്ച് എഴുന്നേൽക്കാം. ഉണരുമ്പോഴാണ് വിടുതൽ നടക്കുന്നത്. ഹല്ലേലൂയ. നോക്കൂ, ചെങ്കടൽ 2-ആയി വഴിമാറി, കാരാഗൃഹത്തിൽ വെളിച്ചം പ്രകാശിച്ചു. ദൂതൻ ഉറങ്ങേണ്ടുന്ന സ്ഥലത്ത്, അതായത് ഇറങ്ങേണ്ടുന്ന സ്ഥലത്ത് ദൂതൻ ഇറങ്ങും. ഹല്ലേലൂയ. ഉറങ്ങിക്കിടക്കുവാനല്ല പ്രിയ ദൈവമക്കളെ നമ്മളെ കുറിച്ച് അപ്പൻ ആഗ്രഹിക്കുന്നത്. നമ്മളൊന്ന് ഇറങ്ങണം. ഹല്ലേലൂയ. ദൈവസന്നിധി ഏത് വിഷയമാണെങ്കിലും ദൈവം മുമ്പാകെ ഉണർന്നു പ്രാർത്ഥിച്ചാൽ വിടുതലാണ്. ഹല്ലേലൂയ. യാക്കോബ് അപ്പോസ്തലൻ 4-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. ഹല്ലേലൂയ. ആര് ദൈവത്തോട് അടുത്തു വരുന്നുവോ അവരുടെ അടുക്കലേക്ക് കർത്താവ് വരും. പക്ഷെ ഒരു കാര്യം, ദൈവത്തോട് അടുത്തു വരുന്നവൻ ശരീരത്തെയും മനസ്സിനെയും വിശുദ്ധിക്ക് വേണ്ടി ഒരുക്കണം. ഹല്ലേലൂയ. നോക്കൂ, പാപങ്ങളെ വിട്ടുതിരിഞ്ഞ്
കനിഞ്ഞ് ഹൃദയത്തെ ശുദ്ധീകരിച്ച് യഥാർത്ഥ അനുതാപത്തോടുകൂടി ദൈവത്തെ സമീപിക്കുമ്പോൾ ദൈവവും നമ്മോട് അടുത്ത് വരും. ഹല്ലേലൂയ. ദൈവിക സാന്നിധ്യം നാം അനുഭവിക്കുമ്പോൾ അത് നമുക്ക് കൃപയും അനുഗ്രഹവും സ്നേഹവും പകർന്നു നൽകുന്നു. ഹല്ലേലൂയ. വിശുദ്ധിയോട് നിൽക്കുന്നവർക്കാണ് ദൈവത്തിന്റെ അടുക്കലേക്ക് എത്തുവാൻ സാധിക്കുന്നത്. ഈ ദിനങ്ങൾ നമ്മെ തന്നെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. കർത്താവേ, എന്നെ ശുദ്ധീകരിക്കണമേ, വിശുദ്ധിയോട് കാത്തു സൂക്ഷിപ്പാൻ, കർത്താവിന്റെ വരവെങ്കിൽ നിൽപ്പാനുള്ള കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പ്രിയ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഉണർന്ന് പ്രാർത്ഥിപ്പിൻ. പലപ്പോഴും ഉറക്കം മൂലം, ക്ഷീണം മൂലം ആർക്കും പ്രാർത്ഥിപ്പാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ഏത് വ്യക്തികളും വിചാരിക്കരുത് എനിക്കൊരു കുഴപ്പവും വരില്ല എന്ന്. പ്രിയരെ, പ്രാർത്ഥിക്കുന്നവർക്കാണ് എതിരാളികൾ ഏറെ ഉള്ളത്. ഹല്ലേലൂയ. ആ കാര്യം നാം മറന്നു പോകരുത്. നമ്മുടെ യേശു കർത്താവ് ഏതു നേരവും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് എന്താണ്? വിരോധികൾ സമയം നോക്കി നടക്കുക. ഹല്ലേലൂയ. നാം ശത്രുക്കളെ ഭയപ്പെടേണ്ട കാര്യമില്ല. പ്രിയ മക്കളെ, എല്ലാത്തിലും ജയവീരനായ യേശുവാണ് നമ്മോട് കൂടെ ഉള്ളത്. ആ ജയാളിയായ കർത്താവിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉള്ളത്. നമ്മെ കൈവിടാത്ത കർത്താവ്, നമ്മളെ കാക്കുന്ന കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. കർത്താവെ, എന്നെ എടുത്ത് ഉപയോഗിക്കണമേ. ഞാൻ ഉണർന്നു. ഹല്ലേലൂയ. ഉറങ്ങിയിരിക്കാനുള്ളവളല്ല, ഞാൻ ഉണർന്ന് കർത്താവിന്റെ നാമത്തെ ഘോഷിക്കുവാനുള്ളതാണെന്ന് പറഞ്ഞ് ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. നോക്കൂ, പറയുന്നുണ്ട് സങ്കീർത്തനം 24:3, 4 വാക്യങ്ങൾ. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയമുള്ളവൻ, വ്യാജത്തിന് മനസ്സ് വെക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ. ഹല്ലേലൂയ. പ്രിയ മക്കളെ, യഹോവയുടെ പർവ്വതത്തിൽ കയറുന്നതിന്, വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നതിനും അതിൻ്റെതായ വ്യവസ്ഥകളുണ്ട്. ഹല്ലേലൂയ. അതായത് വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയം ഉള്ളവർക്ക്, കൂടാതെ വ്യാജത്തിന് കൂട്ടു നിൽക്കാതെയും കള്ളസത്യത്തിന് കൂട്ടു നിൽക്കാതെ ഇരിക്കുന്നവർക്കാണ്. ഹല്ലേലൂയ. നോക്കൂ, ദൈവത്തെ സേവിക്കുവാനും ആരാധിക്കുവാനും അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ നിർമ്മല ഹൃദയത്തോടും നീതിയോടും ജീവിക്കേണ്ടതാണ്. ഹല്ലേലൂയ. വിശുദ്ധി കാത്തു സൂക്ഷിക്കേണ്ടതാണ്. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. വെടിപ്പുള്ള കൈകൾ എന്താണ്? അത് പാപപ്രവർത്തികൾ കൂടാതെ നമ്മുടെ കൈകളെ സൂക്ഷിക്കുന്നത്. ഹല്ലേലൂയ. നിർമ്മല ഹൃദയം എന്താണ്? നമ്മുടെ ഹൃദയം വിശുദ്ധിയെയും ശരിയായ ഉദ്ദേശങ്ങളെയും ലക്ഷ്യങ്ങളെയും കാണിക്കുന്നതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷം 5:8 പറയുന്നുണ്ട്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹൃദയശുദ്ധിയുള്ളവർക്കാണ് പ്രിയ മക്കളെ ദൈവത്തെ കാണുവാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ. ദൈവമേ, എന്റെ ഹൃദയത്തെ ശുദ്ധിക്കായി ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മെ തന്നെ അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. പാപത്തിൽ നിന്ന് ഹല്ലേലൂയ ഒരു മടങ്ങി വരവാണ് ഉണർവ്. ഹല്ലേലൂയ. ലൂക്കോസ് സുവിശേഷം 15:11 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം ഓരോരുത്തരും പറയുന്നതായ ആ മുടിയനായ പുത്രനെ പറ്റി കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നോക്കൂ, സുബോധം വന്നിട്ട് അവൻ, എൻ്റെ അപ്പന്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു. പലപ്പോഴും സുബോധം നഷ്ടപ്പെടുന്ന അവസ്ഥകൾ വരുമ്പോൾ അപ്പനെ മറന്ന് നമ്മൾ ജീവിക്കും. പക്ഷേ സുബോധം വരുമ്പോൾ കർത്താപ്പച്ചന്റെ സന്നിധിയിലേക്ക് നമ്മൾ കടന്നു വരും. ഈ ദിനങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ സുബോധത്തോടെ ദൈവമേ നയിക്കണമേ. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. പത്രോസ് അപ്പോസ്തലന്റെ 1-ാം ലേഖനം 5:8 പറയുന്നുണ്ട്, നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടി എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. ഹല്ലേലൂയ. നോക്കൂ, പ്രതിയോഗി അലറുന്ന സിംഹം പോലെയാ വരുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? ഉണർന്നിരിക്കണം പ്രിയ മക്കളെ. ഹല്ലേലൂയ. പിശാച് വിശ്വാസികൾക്കൊരു ഭീഷണിയായിട്ടാണ് അലറുന്ന സിംഹം എന്ന പോലെയാ നിലകൊള്ളുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സംരക്ഷണത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഏവരുടെയും അടുക്കൽ അവൻ ചെന്ന് ആത്മീയമായി അവരെ നശിപ്പിക്കുക. ഹല്ലേലൂയ. കളയൊക്കെ വിതറിയിട്ട് ഹല്ലേലൂയ. ഈ ദിവസങ്ങളായി തീരുമ്പോൾ പ്രിയ മക്കളെ, നമ്മൾ ഉണർന്നിരിക്കണം. ആത്മീയത്തിൽ നമ്മൾ ക്ഷീണിക്കുവാനല്ല, ശക്തിപ്പെട്ട് ഈ ദിനങ്ങളിലായി തീരണം. കർത്താവിന്റെ കരങ്ങളിൽ
നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, എന്നെ എഴുന്നേൽപ്പിക്കണമേ, എന്നെ ഉണർത്തണമേ, എനിക്ക് ബലം തരണമേ എന്ന് പ്രാർത്ഥിച്ച് ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, എന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളും ഹല്ലേലൂയ ഉറങ്ങിക്കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് ഉണർന്നെഴുന്നേൽക്കുവാൻ, ബലം ധരിക്കുവാൻ ഇടയാകണമേ. അങ്ങയുടെ കാര്യങ്ങളെല്ലാം മക്കളെ സമർപ്പിക്കുന്നു. അങ്ങയുടെ വരവിനെ നോക്കി പാർക്കുവാനുള്ള കൃപ ഓരോ മക്കൾക്കും കൊടുക്കണം കർത്താവേ. തിരുകരങ്ങളിൽ എല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവിക അനുഗ്രഹത്താൽ ഓരോ മക്കളുമായി തീരുവാൻ ദൈവം സഹായിക്കണമേ. കർത്താവ് അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.